ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഹൗ ടു യൂസ് ഐ ആം ഇൻ ദി സെൻറ്റൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐ ആം എങ്ങനെ നമുക്ക് സെൻറ്റൻസിൽ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം അടുത്തത് ഹൗ ടു യൂസ് ഐ ആം ഇൻ ദി സെൻറ്റൻസ്. അതായത് ഐ ആം വെച്ച് വരുന്ന സെൻറ്റൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് പോസിറ്റീവ് അഫോർമേഷൻസ്. അതായത് അഫോർമേഷൻസ് ഒക്കെ പറയും പോസിറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഐ ആം എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐ ആം കേപ്പബിൾ ആൻഡ് കോൺഫിഡൻറ്റ് എന്ന് വെച്ചാൽ എനിക്ക് കഴിവുമുണ്ട്, ഞാൻ കുറച്ച് വിശ്വാസമുള്ള ആളാണ്. എനിക്ക് കോൺഫിഡൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ധൈര്യം ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഐ ആം വെച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ ഐ ആം വർത്തി ഓഫ് ലവ് ആൻഡ് റെസ്പെക്റ്റ്. വർത്തി എന്ന് വെച്ചാൽ മൂല്യമുള്ളത്. അപ്പോൾ ലവിനും റെസ്പെക്റ്റിനും നമുക്ക് മൂല്യം കൊടുക്കുന്നത്, വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഐ ആം സ്ട്രോങ് ആൻഡ് റെസിലൻറ്റ്. ഞാൻ കുറച്ച് സ്ട്രോങ് ആണ്, ധൈര്യം പോലെയുള്ള ഇതാണ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫ്രം മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഇതാണ്. ഐ ആം യൂണിക് ആൻഡ് സ്പെഷ്യൽ. ഓക്കെ, യൂണിക് എന്ന് പറഞ്ഞാൽ പ്രത്യേകം കഴിവുള്ള ഒരു സംതിങ്, ഒരു സ്പെഷ്യലായിട്ടൊരാൾ, അതൊക്കെയാണ്. അപ്പോൾ പോസിറ്റീവിൽ വരുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ എമോഷൻസ് ആൻഡ് ഫീലിങ്സിൽ വരുമ്പോൾ എന്തുവാണെന്ന് നോക്കാം. ഐ ആം ഹാപ്പി ആൻഡ് കണ്ടൻറ്റ്. ഞാൻ ഭയങ്കര സന്തോഷമാണ്, പിന്നെ കുറച്ച് ഇതുമാണ് എന്നുവെച്ചാൽ സന്തോഷമാണ്, കുറച്ച് ഉള്ളടക്കം. കോണ്ടെന്ന് വെച്ചാൽ ഉള്ളടക്കം. ഐ ആം എക്സൈറ്റഡ് ഫോർ ദി ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഭാവിയിൽ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഐ ആം സാഡ് ആൻഡ് നീഡ് സപ്പോർട്ട്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, എനിക്ക് ഒരാളുടെ സപ്പോർട്ട്, അതായത് സഹായം ആവശ്യമുണ്ട്. ഐ ആം ആൻഷ്യസ് എബൌട്ട് ടുമോറോ. നാളത്തെ കാര്യം ഓർത്ത് എനിക്ക് ഭയങ്കര ഒരു വിഷമം, ഒരു ആൻഷ്യസ് ആണ്, വിഷമം. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എൻ്റെ പറ്റി ഓർത്ത് എനിക്ക് തന്നെ അഭിമാനം തോന്നുന്നു. ഇതാണ് നമ്മൾ ഇമോഷൻസും ഫീലിങ്സിലും വരുന്നത്. ഓക്കെ, ഇനി ഡിസ്ക്രൈബിങ് യോർസെൽഫ്, നമ്മളെ പറ്റി തന്നെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഐ ആം എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. ഞാനൊരു ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു ആളാണ്. ഐ ആം എ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവർ. ഞാൻ വന്നിട്ട് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ആളാണ്. ഐ ആം എ ലോയൽ ഫ്രണ്ട്. ഞാൻ വന്നിട്ട് നല്ലൊരു ഫ്രണ്ടാണ്. ഐ ആം എ ലൈഫ് ലോങ് ലേണർ. ഞാൻ ജീവിതകാലം മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കും. ഐ ആം എ ക്യൂരിയസ് അഡ്വെഞ്ചർ. ഐ ആം എ ക്യൂരിയസ് അഡ്വെഞ്ചർ, സാഹസികമായിട്ട് ഭയങ്കര ക്യൂരിയസ്, നമ്മൾ ഭയങ്കര ഇതായിട്ടൊക്കെ തോന്നുന്നത് പോലെ. ഇതാണ് നമ്മളെ പറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന പോലെയാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ഗോൾ ആൻഡ് ആസ്പിറേഷൻ. ഗോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരോ ഗോൾ ഉണ്ടാവും, ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടും അതിൻ്റെയൊക്കെ. ഐ ആം വർക്കിംഗ് ടുവേർഡ്സ് മൈ ഡ്രീം. എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നു. ഐ ആം കമ്മിറ്റഡ് ടു മൈ ഗോൾസ്. ഞാൻ എൻ്റെ ഗോളിന് വേണ്ടി പ്രതിബന്ധം, കമ്മിറ്റ് എന്ന് വെച്ചാൽ പ്രതിബന്ധം ആവുന്നു. ഐ ആം സ്ട്രാവിങ് ടു ബി ബെറ്റർ. ഞാൻ പരിശ്രമിക്കുന്നു, കുറച്ചും കൂടി ബെറ്റർ ആവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു. ഐ ആം ഫ്യൂസിങ് മൈ പാഷൻ. അതായത് എൻ്റെ വികാരത്തെ ഞാൻ പിന്തുടരുന്നു. ഐ ആം ഡെഡിക്കേറ്റഡ് ടു സക്സസ്. അതായത് ഞാൻ സക്സസ് ആവാൻ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കിയ ഗോൾസും ആസ്പിറേഷൻസ്. ഇനി അടുത്തത് ഫൺ ആൻഡ് ലൈറ്റ് ഹേർട്ടഡ്. ഐ ആം എ കോഫി ലവർ. ഞാൻ വന്നിട്ട് ഒരു കോഫി പ്രേമിയാണ്. ഐ ആം എ ബുക്ക് വോം. ഞാൻ വന്നിട്ട് പുസ്തക പുഴുവാണ്. ഐ ആം എ മ്യൂസിക് എന്തൂസിയാസ്റ്റിക്. എനിക്ക് വേണ്ടി മ്യൂസിക് ഉത്സാഹമാണ്. ഐ ആം എ ഫുഡി. ഞാൻ ഭക്ഷണപ്രിയനാണ്. ഐ ആം എ ട്രാവൽ എന്തൂസിയാസ്റ്റിക്. എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണ്. അതാണ് നമ്മൾ നോക്കിയ ഫൺ ആൻഡ് ലൈറ്റ് ഹേർട്ടഡ്. ഇനി വന്നിട്ട് പോസിറ്റീവ് അഫോർമേഷൻ്റെ വേറെ. ഐ ആം ബ്യൂട്ടിഫുൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്. ഞാൻ അകത്തും പുറത്തും ഭയങ്കര ഭംഗിയുള്ളവനാണ്. ഐ ആം ഡിസേർവിങ് ഓഫ് ലവ്. ഞാൻ പ്രണയത്തിന് അർഹതയുള്ള ആളാണ്. ഐ ആം വർത്തി ഓഫ് സക്സസ്. ഞാൻ വന്നിട്ട് സക്സസിൻ്റെ മൂല്യം അറിയുന്ന ഒരാളാണ്. ഐ ആം കോൺഫിഡൻറ്റ് ഇൻ മൈ അബിലിറ്റി. എൻ്റെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഐ ആം ഇനഫ് എക്സാക്ട്ലി ആസ് ഐ ആം. എനിക്കും
എനിക്ക് മതിയാവോളം ഞാൻ ഭയങ്കര ഇതാണ്, എക്സാക്ട്ലി ഇതാണ് എംപവറിങ് സ്റ്റേറ്റ്മെൻ്റ് അടുത്തത്. ഐ ആം ഇൻ കൺട്രോൾ ഓഫ് മൈ ലൈഫ്. ഞാൻ എൻ്റെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നു. ഐ ആം അൺസ്റ്റോപ്പബിൾ. എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഐ ആം എ ഫിയർലെസ്. എനിക്ക് ഫിയർ ഉള്ള ആളാണ്. ഐ ആം സ്ട്രോങ് ആൻഡ് റെസിലൻറ്റ്. ഞാൻ വന്നിട്ട് ഭയങ്കര ധൈര്യവും പ്രതിരോധ ശേഷിയുള്ള ആളാണ്. ഐ ആം അൺബ്രേക്കബിൾ. എന്നെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയ ഇത് ഐ ആം എന്ന സെൻറ്റൻസിൻ്റെ വേർഡാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയകളൊന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെൻ്റെ രണ്ടാമത്തെ ചാനലായ കോമേഴ്സ് മാസ്റ്റർ 2024 ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ആ ചാനലൊന്ന് കണ്ടു നോക്കുക. ഞാൻ രണ്ടാമത്തെ ചാനൽ കോമേഴ്സ് മാസ്റ്റർ 2024 ചാനലാണ്. സോ അതിൽ ഞാൻ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി, സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി ടിപ്സുമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ് വന്നിട്ട് സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയാണ്. ആർക്കെങ്കിലും അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ടു നോക്കുക. ഓക്കെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും അക്കൗണ്ടൻസിയോ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ വിളിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൻ ഉണ്ടാകും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.